ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കഴിഞ്ഞ 11 വർഷത്തിനിടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം. പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിനായി അധിക ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യൻ യാത്രികൻ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 പേരുമായി ആക്സിയം 4 നാളെ ബഹിരാകാശത്തേക്ക് കുതിക്കും. US ചൈന വ്യാപാര യുദ്ധം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ലണ്ടനിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കഴിഞ്ഞ 11 വർഷത്തിനിടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിരോധ നിർമ്മാണ രംഗത്തെ ആധുനികവൽക്കരണത്തിനും സ്വയം പര്യാപ്തതയ്ക്കും പ്രത്യേക പ്രാധാന്യം നൽകുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നത് സന്തോഷകരമായ കാഴ്ചയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചരിത്രപരമായ മാറ്റങ്ങൾക്കാണ് രാജ്യത്തെ പ്രതിരോധ മേഖല കഴിഞ്ഞ 11 വർഷത്തിനിടെ വിധേയമായതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വം അതിർത്തി മേഖലകളെ ശക്തിപ്പെടുത്താനും സേനയുടെ ആധുനികവൽക്കരണത്തിനും വഴിയൊരുക്കിയതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തദ്ദേശീയമായ ആയുധങ്ങൾ, പ്രതിരോധ കയറ്റുമതിയിലെ വർധന, ആഗോളതലത്തിലെ വിശ്വാസ്യത എന്നിവയിലൂടെ പ്രതിരോധ മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് തീരത്തിന് സമീപം തീപിടുത്തമുണ്ടായ സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായ് 503 തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. നിലവിൽ കപ്പലിലുണ്ടായിരുന്ന 18 പേരെ രക്ഷിച്ച് മംഗലാപുരം തീരത്തെത്തിച്ചിരുന്നു. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേരുടെ പരിക്ക് ഗുരുതരമാണ്. കാണാതായ 4 പേർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്. കൊളംബോയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന കപ്പലിലാണ് ഇന്നലെ രാവിലെ തീപിടിച്ചത്. സമീപ തീരപ്രദേശങ്ങളിൽ കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കപ്പലിലെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ലെന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ അരുൺകുമാർ പി മാധ്യമങ്ങളോട് പറഞ്ഞു. കടലിൽ വീണ കണ്ടെയ്നറുകൾ തൃശൂർ, എറണാകുളം ജില്ലയുടെ തീരങ്ങളിൽ അടിയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. രക്ഷാപ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് വിവിധ ടീമുകളുടെ സംയുക്ത യോഗം ചേരും. തീ അണയ്ക്കുന്നതിനും കാണാതായവരെ കണ്ടെത്തുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ഡിഫൻസ് PRO അതുൽ എസ് പിള്ള അറിയിച്ചു. മേഖലയിൽ വ്യോമ നിരീക്ഷണം തുടരുന്നതായും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് നടക്കാനിരുന്ന ആക്സിയം 4 ബഹിരാകാശ ദൌത്യ വിക്ഷേപണം മോശം കാലാവസ്ഥയെ തുടർന്ന് നാളത്തേക്ക് മാറ്റി. നാളെ വൈകുന്നേരം 5:30 വിക്ഷേപണമെന്ന് ISRO ചെയർമാൻ V നാരായണൻ അറിയിച്ചു. ഇന്ത്യക്കാരനായ ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ 4 ബഹിരാകാശ യാത്രികരാണ് 14 ദിവസത്തെ ദൌത്യത്തിനായി പുറപ്പെടുന്നത്. ദൌത്യത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ശുഭാൻഷു ശുക്ല പറഞ്ഞു. Namaste. I am Group Captain Shubhanshu Shukla. I would say that I have been extremely fortunate and extremely lucky to have gotten the opportunities to first fly all my life, which was a dream job for me, and then have the opportunity to apply to astronauts corps, and now consequently be here. ഇന്ത്യയ്ക്ക് പുറമെ US, പോളണ്ട്, ഹംഗറി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രികരാണ് ദൌത്യത്തിലുള്ളത്. അമേരിക്കയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകമാണ് യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്നുണ്ടായ പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന ജമ്മുകശ്മീർ, പഞ്ചാബ് അതിർത്തി മേഖലകളിലെ വീടുകളുടെ പുനർനിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ 25 കോടി രൂപ കൂടി ധനസഹായം അനുവദിച്ചു. 2060 വീടുകളുടെ പുനർനിർമ്മാണത്തിനാണ് തുക അനുവദിച്ചത്. പൂർണ്ണമായി തകർന്ന വീടുകൾക്ക് 2 ലക്ഷം രൂപയും ഭാഗികമായി തകർന്നവയ്ക്ക് 1 ലക്ഷം രൂപയും അധികമായി നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്നതിലുപരി ബിസിനസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ഇടമായാണ് ലോകം ഇന്ത്യയെ അംഗീകരിക്കുന്നതെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സ്വിറ്റ്സർലൻഡിൽ ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് വ്യാപാര നിക്ഷേപ അവസരങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. Today the world recognizes that we are the best performing economy. We are not only as the world's fastest growing large economy, the best place to do business. India is the most preferred investment destination. India is a preferred source for provision of goods. India is a preferred destination to provide quality manpower, talent and skill.
ഇന്ത്യയും 4 യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ EFTAയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സെപ്റ്റംബർ മുതൽ പ്രാബല്യത്തിൽ വരും. ഐസ്ലൻഡ്, ലിechtenstein, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് EFTA അംഗങ്ങളായ യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പി രാജീവ്, വി ശിവൻകുട്ടി തുടങ്ങി 10ഓളം മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്. ഈ മാസം 19-നാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനത്തിനാണ് തുടക്കമായത്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നത് തടയുന്നതിനായി ഫിഷറീസ് അധികൃതർ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. യുവശക്തിയിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും സമകാലിക വെല്ലുവിളികളെ നേരിടുന്ന ആഗോള ശക്തിയായി ഇന്ത്യ മാറിയതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സാമൂഹിക, സാമ്പത്തിക, സാങ്കേതിക മേഖലകളിലെ മുന്നേറ്റങ്ങളിൽ യുവാക്കൾ വഹിക്കുന്ന പങ്കിനെയും അദ്ദേഹം പ്രശംസിച്ചു. വികസനത്തിനായി സാങ്കേതിക വിദ്യയെ കൂടുതൽ പ്രയോജനപ്പെടുത്തണമെന്നും രാജ്യപുരോഗതിയിൽ യുവാക്കൾക്ക് നിർണായക സ്ഥാനമുണ്ടെന്നും ജോധ്പൂർ IITയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. आज भारत का नौजवान, हर तीसरा नौजवान नौकरी करने की अपेक्षा अपना खुद का स्टार्टअप शुरू करने वाला है और ये दृष्टिकोण धीरे धीरे और बढ़ेगा. आप सब विद्यार्थियों से यही आग्रह करता हूं कि विकास और प्रगति में और देश के सामाजिक परिवर्तन में आपकी योगदान और भूमिका महत्वपूर्ण है. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ വളർച്ചയ്ക്കും സദ്ഭരണത്തിനും സാക്ഷ്യം വഹിച്ചതായി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. മോദി സർക്കാർ 11 വർഷം പൂർത്തിയാകുന്നതിനോടനുബന്ധിച്ച് പുതുച്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുതാര്യവും ജനകേന്ദ്രീകൃതവുമായ ഭരണത്തിലേക്ക് രാജ്യം വഴിമാറിയെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറി എന്നതിനു പുറമെ 27 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിന് സാധിച്ചതായും ശ്രീ എൽ മുരുകൻ ചൂണ്ടിക്കാട്ടി. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ തീരദേശ നഗരമായ നീസിൽ പുരോഗമിക്കുന്നു. സമുദ്ര കേന്ദ്രീകൃത കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള അന്താരാഷ്ട്ര സംരംഭത്തിന് ഫ്രാൻസും ബ്രസീലും ചേർന്ന് തുടക്കം കുറിച്ചു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനം ഈ മാസം 13-ന് സമാപിക്കും. US-ഉം ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം പരിഹരിക്കുന്നതിനുള്ള പുതിയ ചർച്ചകൾ ലണ്ടനിൽ ആരംഭിച്ചു. ചർച്ച മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ തുടർച്ചയായാണ് ചർച്ചകൾ. വ്യാപാരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ജനീവയിൽ രൂപം കൊണ്ട താൽക്കാലിക സമാധാന കരാർ പുനരുജ്ജീവിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. ഇത് വ്യാപാര സംഘർഷങ്ങൾ കുറച്ച് വിപണിയെ ശാന്തമാക്കിയെന്നാണ് പൊതുവായ വിലയിരുത്തൽ. ഇമിഗ്രേഷൻ റെയ്ഡിനെതിരെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നാഷണൽ ഗാർഡിന്റെ 2000 അംഗങ്ങളെ കൂടി മേഖലയിൽ വിന്യസിക്കാൻ നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നഗരമധ്യത്തിൽ 1000-ലധികം പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം നാഷണൽ ഗാർഡുമായി ഏറ്റുമുട്ടിയിരുന്നു. സമാധാനപരമായി നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് സൈന്യത്തെ നിയോഗിച്ചെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം. ഇറാനിൽ റഷ്യ 8 ആണവ നിലയങ്ങൾ നിർമ്മിക്കുമെന്ന് ഇറാൻ ആണവോർജ്ജ സംഘടന പ്രസിഡന്റ് മുഹമ്മദ് ഇസ്ലാമി. ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപ് ഒപ്പുവെച്ച കരാർ പ്രകാരമാണിത്. ഇറാന്റെ ആണവോർജ്ജ ഉൽപാദന ശേഷി 3 ഇരട്ടിയാക്കാൻ പദ്ധതിയിടുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് വ്യാഴാഴ്ച മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മറ്റന്നാൾ മുതൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. ജമ്മു കശ്മീരിൽ കഴിഞ്ഞ 4 ദിവസമായി ഉഷ്ണതരംഗം രൂക്ഷമായി തുടരുന്നു. 5 ജില്ലകളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ രേഖപ്പെടുത്തി. ഈ മാസം 13 വരെ ഉഷ്ണതരംഗം തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കഴിഞ്ഞ 11 വർഷത്തിനിടെ ശ്രദ്ധേയമായ മാറ്റങ്ങൾക്ക് വിധേയമായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കാണാതായവർക്കായി തിരച്ചിൽ ഊർജിതം. പാക് ഷെല്ലാക്രമണത്തിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിനായി അധിക ധനസഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യൻ യാത്രികൻ ശുഭാൻശു ശുക്ല ഉൾപ്പെടെ 4 പേരുമായി ആക്സിയം 4 നാളെ ബഹിരാകാശത്തേക്ക് കുതിക്കും.
US ചൈന വ്യാപാര യുദ്ധം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾക്ക് ലണ്ടനിൽ തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.